Hello, good morning everyone. Today class is statistical mechanics. നമ്മളിപ്പോൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത് മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. നമ്മൾ നമ്പർ ഓഫ് സ്റ്റേറ്റിനുള്ള ഇക്വേഷനും അതുപോലെ തന്നെ ഇ ആൻഡ് ഇ പ്ലസ് ഡി ഇടയിലുള്ള നമ്പർ ഓഫ് സ്റ്റേറ്റിനുള്ള ഇക്വേഷനും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു ഡിറൈവ് ചെയ്തു. ആൻഡ് മാക്സ്വെൽ ബോൾസ്മാൻ എനർജി ഡിസ്ട്രിബ്യൂഷൻ ലോയും ഡിറൈവ് ചെയ്തു. എന്താണ് മാക്സ്വെൽ ബോൾസ്മാൻ എനർജി ഡിസ്ട്രിബ്യൂഷൻ ലോ? എൻ ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ ഇസ് ഈക്വൽ ടു 2 pi n by pi kt all raised to 3 by 2 epsilon raised to 1 by 2 e raised to minus epsilon by kt d epsilon എന്നാണ്. ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഐഡിയൽ ഗ്യാസിൻ്റെ ആവറേജ് മോളിക്കുലാർ എനർജി കാൽക്കുലേറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ടി പറഞ്ഞിട്ടുള്ള ടെമ്പറേച്ചറിൽ എന്താണ് ഒരു ഐഡിയൽ ഗ്യാസ് എടുത്തു. അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾ n ആണെന്ന് എടുത്തു. അപ്പോൾ അതിന് ഇ ആൻഡ് എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ പറഞ്ഞിട്ടുള്ള എനർജിയുടെ ഇടയിലുള്ള നമ്പർ ഓഫ് മോളിക്യൂളിനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചത്? 2 pi n by pi kt all raised to 3 by 2 epsilon raised to 1 by 2 e raised to minus epsilon by kt d epsilon ആണ്. ഇനി നമുക്ക് ഇതിന് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ എനർജി ഓഫ് n ഓഫ് എപ്സിലോൺ, അതായത് എൻ ഓഫ് എപ്സിലോൺ പറഞ്ഞിട്ടുള്ള നമ്പർ ഓഫ് മോളിക്യൂളിനുള്ള എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എൻ ഓഫ് എപ്സിലോൺ ഡി എപ്സിലോണിനോട് കൂടി എപ്സിലോൺ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. എന്നിട്ട് നമുക്ക് എന്താ കിട്ടേണ്ടത്? ടോട്ടൽ എനർജിയാണ് കിട്ടേണ്ടത്. അപ്പോൾ ടോട്ടൽ ഈ ഹോൾ ഗ്യാസിൻ്റെയും ടോട്ടൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എൻ ഓഫ് എപ്സിലോൺ ഡി എപ്സിലോണിനെ 0 to ∞ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ എനർജി കിട്ടും. ഇത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ആദ്യം എന്ത് ചെയ്യണം? എൻ ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ എത്രയാണെന്ന് നമുക്കറിയാം. അത് അവിടെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ ഓഫ് എപ്സിലോൺ ഡി എപ്സിലോണിൽ എന്തുണ്ട്? എപ്സിലോൺ റേസ് ടു 1 by 2 ഉണ്ട്. ഇതിൽ നമുക്കൊരു എപ്സിലോണും കൂടി ഉണ്ട്. രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ എന്തായിട്ട് മാറും? എപ്സിലോൺ റേസ് ടു 3 by 2 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ 2 pi n by pi kt all raised to 3 by 2 epsilon raised to 3 by 2 e raised to minus epsilon by kt d epsilon എന്നാണ്. ഇനി നമുക്കറിയാം എപ്സിലോണിൻ്റെ ഡിപ്പെൻഡൻസ് ഉള്ളത് മാത്രം ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ എടുത്താൽ മതി. ബാക്കിയെല്ലാം ഔട്ട്സൈഡ് എടുക്കാം. ഇപ്പോൾ 2 pi n by pi kt all raised to 3 by 2 ഔട്ട്സൈഡ് എടുത്തു. ബാക്കി എന്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി? എപ്സിലോൺ റേസ് ടു 3 by 2 ഇ റേസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി ഡി എപ്സിലോൺ, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഈ ഇൻറ്റഗ്രൽ എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് ഇൻറ്റഗ്രലിൻ്റെ ഫോമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ഡെറിവേഷനിലൊക്കെ ഉപയോഗിച്ച ഒരു സ്റ്റാൻഡേർഡ് ഇൻറ്റഗ്രൽ ഉണ്ട്. ഏതാണ് ആ ഇൻറ്റഗ്രൽ? ഇൻറ്റഗ്രൽ 0 to ∞ x റേസ് ടു n ഇ റേസ് ടു മൈനസ് എ എക്സ് ഡി എക്സ് ആണ്. അതിൻ്റെ ആൻസർ എങ്ങനെ വരിക? n ഫാക്ടോറിയൽ എ റേസ് ടു മൈനസ് n മൈനസ് 1. ഇതേ ഫോമിലാണ് നമ്മൾ ഇൻറ്റഗ്രേഷനും വരുന്നത്. ഇവിടെ അങ്ങനെ എന്നിന് പകരം എത്രയാണ്? 3 by 2 ആണ്. ആൻഡ് എ ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 1 by kt ആണ്. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രൽ 0 to ∞ എപ്സിലോൺ റേസ് ടു 3 by 2 ഇ റേസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി ഡി എപ്സിലോണിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? n ഫാക്ടോറിയൽ. ഇവിടെ എന്ത് വരും? അപ്പോൾ 3 by 2 ഫാക്ടോറിയൽ. പിന്നെന്താണ്? എ റേസ് ടു മൈനസ് n മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 by kt ഓൾ റേസ് ടു മൈനസ് 3 by 2 മൈനസ് 1 എന്നാണ്. ഇനി 3 by 2 ഫാക്ടോറിയൽ എന്താണ്? 3 by 2 ഇൻറ്റു 1 by 2 ഇൻറ്റു റൂട്ട് പൈ ആണ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ നമുക്ക് എന്താ കിട്ടിയത്? 1 by 2 ഫാക്ടോറിയലാണ്. 1 by 2 ഫാക്ടോറിയൽ 1 by 2 ഇൻറ്റു റൂട്ട് പൈ. ഇനിയിപ്പോൾ 5 by 2 ഫാക്ടോറിയൽ ആണെങ്കിൽ എങ്ങനെ വരിക? 5 by 2 ഇൻറ്റു 3 by 2 ഇൻറ്റു 1 by 2 ഇൻറ്റു റൂട്ട് പൈ. ഇവിടെ അങ്ങനെ നമുക്ക് വന്നത് 3 by 2 ഫാക്ടോറിയലാണ്. അപ്പോൾ 3 by 2 ഫാക്ടോറിയൽ എങ്ങനെ വരും? 3 by 2 ഇൻറ്റു 1 by 2 ഇൻറ്റു റൂട്ട് പൈ. ദെർഫോർ ഇസ് ഈക്വൽ ടു എന്ത് വരും? 3 by 4 റൂട്ട് പൈ. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to ∞ എപ്സിലോൺ റേസ് ടു 3 by 2 ഇ റേസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി ഡി എപ്സിലോൺ ഇസ് ഈക്വൽ ടു എന്താണ്? 3 by 4 റൂട്ട് പൈ എന്ന്. 3 by 4 റൂട്ട് പൈ പിന്നെ 1 by കെ ടി ഓൾ റേസ് ടു മൈനസ് 5 by 2 ആണ്. അപ്പോൾ അതിനെ റെസിപ്രോക്കൽ എടുത്താൽ എന്തായിട്ട് വരും? കെ ടി ഓൾ റേസ് ടു 5 by 2 എന്ന് വന്നു. അപ്പോൾ ആൻസർ എന്താ വന്നത്? 3 by 4 റൂട്ട് പൈ കെ ടി ഓൾ റേസ് ടു 5 by 2. ഇനി നമ്മുടെ ടോട്ടൽ എനർജിയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 pi n by
pi kt all raised to 3/2, 3/4 root pi kt all raised to 5/2. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. 2ഉം 4ഉം കൂടി ക്യാൻസൽ ചെയ്താൽ ഡിനോമിനേറ്ററിൽ ഒരു 2 വരും, അപ്പോൾ 3/2 വരും. ഇനി കെ ടി ഓൾവേസ് ടു 5/2 ന്യൂമറേറ്ററിലുണ്ട്, കെ ടി ഓൾവേസ് ടു 3/2 ഡിനോമിനേറ്ററിലുണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്താൽ കെ ടി എന്ന് വരും ന്യൂമറേറ്ററിൽ. പിന്നെ എൻ ഉണ്ട്. ഇനി റൂട്ട് പൈയും പിന്നെ ഒരു പൈയും കൂടി ഉണ്ട്. നമുക്ക് 2πn അവിടെ ഒരു പൈയും ഉണ്ട്, റൂട്ട് പൈയും ഉണ്ട്. 2πയും റൂട്ട് പൈയും കൂടി എന്ത് വരും, π⁻3/2. ഡിനോമിനേറ്ററിലും ഉണ്ട് ഒരു π⁻3/2, അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ടോട്ടൽ എനർജി എന്ത് വരും, 3/2 NKT എന്ന് വരും. വേർ K is equal to R/N ആണ്. ദെർഫോർ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ടോട്ടൽ എനർജിക്കൽ ഇക്വേഷൻ എന്തായിട്ട് മാറും, 3/2 RT എന്ന് വരും. ഇതാണ് ടോട്ടൽ എനർജി. അത് നമ്മൾ എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്ത കാര്യമാണ്. തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, 3/2 RT ആണ്, അല്ലെങ്കിൽ 3/2 NKT ആണ് എന്നുള്ളത്. ഇതിന് ആവറേജ് എനർജി കാണാൻ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ചെയ്താൽ നമുക്ക് ആവറേജ് എനർജി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് കിട്ടും. ആവറേജ് എനർജി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് എന്താണ്, 3/2 KT. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്, ഇക്വിപാർട്ടീഷൻ തിയറം. ഇക്വിപാർട്ടീഷൻ തിയറത്തിൽ എന്താ പറയുന്നത്, ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റമാണ്. ഒരു ടെമ്പറേച്ചർ ടിയിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റം എടുക്കുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ അതിൻ്റെ മോഷൻ ഉണ്ടാകും. അപ്പോൾ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിൽ അതിൽ 3 ടൈപ്സ് ഓഫ് മോഷൻസ് ഉണ്ടാകും. ഈ 3 മോഷനിലും എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ ടോട്ടൽ എനർജി പാർട്ടീഷൻ ചെയ്യുകയാണ്. ഈ 3 മോഷനും എന്ത് ചെയ്യാണ്, ഈ ടോട്ടൽ എനർജി പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഓരോ മോഷനിലുള്ള ആവറേജ് എനർജി എത്രയായിരിക്കും, 1/2 KT ആയിരിക്കും. അതായത് തെർമൽ ഇക്വിലിബ്രിയത്തിൽ ടി ടെമ്പറേച്ചറിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിൽ ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനുള്ള ആവറേജ് എനർജി എന്നുള്ളത് 1/2 KT ആണ് എന്നാണ് ഇക്വിപാർട്ടീഷൻ തിയറത്തിൽ പറഞ്ഞത്. വേർ K എന്ന് പറഞ്ഞാൽ എന്താണ്, സേ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്, ഒരു മോണോ ആറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിന് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും. കാരണം എക്സ് ഡയറക്ഷനിൽ അതിന് മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ആൻഡ് സെഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അപ്പോൾ അതിന് 3 ട്രാൻസ്ലേറ്റർ മോഷന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഡിഗ്രി ഓഫ് ഫ്രീഡാണുള്ളത്. അപ്പോൾ അതിൽ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡും എന്ത് ചെയ്യും, ഇതിൻ്റെ ആവറേജ് എനർജി എത്രയായിരിക്കും, 1/2 KT. ദെർഫോർ ഒരു മോണോ ആറ്റോമിക് ഗ്യാസ് മോളിക്യൂളിൻ്റെ ടോട്ടൽ ആവറേജ് എനർജി എത്രയായിരിക്കും, 3/2 KT. 3 × 1/2 KT 3/2 KT ആയിരിക്കും. ഇനി നമ്മളൊരു ഡയാറ്റോമിക് മോളിക്യൂളാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെ അങ്ങനെ എന്തുണ്ടാകും, 3 ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാകും, 2 റൊട്ടേറ്ററി മോഷൻ ഉണ്ടാകും. അതായത് ആ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിന് പെർപെൻഡിക്കുലറായിട്ട് ഇതിന് മൂവ് ചെയ്യാം, അതിന് പാരലലായിട്ട് മൂവ് ചെയ്യാം. അപ്പോൾ എന്താണ്, 3 റൊട്ടേറ്ററി മോഷൻ ഉണ്ടാക്കും, 3 ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാകും. ദെർഫോർ അവിടെ അങ്ങനെ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരിക്കും, 5 ആയിരിക്കും. 3 + 2 5 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും. ദെർഫോർ അവിടെ പൊസസ് ചെയ്യുന്ന ആവറേജ് കൈനറ്റിക് എനർജി എന്തായിരിക്കും, 5 × 1/2 KT = 5/2 KT ആയിരിക്കും. നമ്മൾ അനദർ എക്സാമ്പിൾ എടുക്കുകയാണ്, ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ എടുക്കുകയാണ്, 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ. ഈ 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്, 2 ആണ്. അതായത് കൈനറ്റിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം, പൊട്ടൻഷ്യൽ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു ഡിഗ്രി ഓഫ് ഫ്രീഡം, അങ്ങനെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡമാണ് 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിനുള്ളത്. ദെർഫോർ 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ടോട്ടൽ ആവറേജ് എനർജി എത്രയായിരിക്കും, 2 × 1/2 KT = KT ആയിരിക്കും. അപ്പോൾ എന്ത് നമുക്ക് പറയാം, ഒരു സോളിഡ് ആറ്റം എടുക്കുകയാണെങ്കിൽ അത് എന്തുപോലെ, ഒരു ഹാർമോണിക് ഓസിലേറ്റർ പോലെ ബിഹേവ് ചെയ്യും. അതിൻ്റെ ആവറേജ് എനർജി എത്രയാണ്, KT ആണ്. ഇതാണ് ഇക്വിപാർട്ടീഷൻ തിയറത്തിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ് us wind up the class. Thank you.